നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മോർണിംഗ് വ്ളോഗ് അല്ല, ഈവനിങ് വ്ളോഗും അല്ല, ഉച്ച വ്ളോഗും അല്ല, നൈറ്റ് നട്ടപ്പാതിര കേട്ടോ. എത്രയും 9:30 കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ പിള്ളേരൊക്കെ ഫുഡ് കഴിച്ചു. ഞങ്ങൾക്ക് ഇന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുള്ള ഒരു കാര്യം നടന്നിട്ടില്ലായിരുന്നു. അപ്പൊ രാവിലെ നാളെ വീട്ടിൽ നിന്ന്, രാവിലെ അല്ല നാളെ ഉച്ച ആകുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഏട്ടനും അനിയനും നാത്തുമാരും അമ്മയൊക്കെ കൂടെ വരും. അവർ കുറേ ആയിട്ട് ഏട്ടനും നിങ്ങൾ വന്ന് പോവാന്നല്ലാതെ അങ്ങനെ പെട്ടെന്ന് അവർക്കൊക്കെ പുറത്ത് വർക്കായതുകൊണ്ട് വരവൊന്നും അങ്ങനെ നടന്നിട്ടില്ല. അപ്പൊ പിന്നെ എല്ലാവരും കൂടെ ഒരു ദിവസം അങ്ങനെ വിളിക്കാന്ന് വിചാരിച്ചു. ബീഫ് ഞാൻ രാവിലെ കൊണ്ടുവന്ന് കഴുകി ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ നമുക്ക് കൊടുകുടിക്കാവിൽ പോകണം തൊഴാൻ വേണ്ടിയിട്ട്. അപ്പൊ അമ്പലത്തിൽ പോയി വരുമ്പോഴേക്കും ഉച്ചയാകുമ്പോഴേക്കും എല്ലാ പരിപാടിയും നടക്കില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ബീഫ് വേവിച്ച് വെച്ചാൽ കുറച്ചുകൂടെ ഈസി ആയല്ലോ, വന്നിട്ട് പിന്നെ നമുക്ക് മസാലയൊക്കെ കൂട്ടിയാൽ മതി. ബീഫ് വരട്ടാം, പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ പച്ചക്കറി കാര്യങ്ങളൊക്കെ അരിഞ്ഞ് പെറുക്കി വെച്ച് അടിച്ചു വാരി തുടച്ചിട്ടില്ല എന്ന് ഞങ്ങൾ ഇപ്പോൾ പുറത്തേന്ന് പറഞ്ഞില്ല. അപ്പോൾ അടിച്ചു വാരി തുടയ്ക്കണം. ക്ലീനിങ്ങും പരിപാടിയൊക്കെ കഴിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും എനിക്ക് കഴിക്കണം, പിള്ളേർക്ക് കഴിച്ചതാണ്. പിന്നെ എന്തെങ്കിലും വേണമെങ്കിൽ ഞങ്ങൾ ഓംലെറ്റ് അങ്ങനെ എന്തെങ്കിലും ആക്കി കഴിക്കും. എന്നിട്ട് നമ്മൾ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ലോഗ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അപ്പോൾ സാധനങ്ങൾ മേടിച്ചു കൊടുക്കുന്നത് നോക്കി പെറുക്കി വെക്കുക, അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു പരിപാടികളാണ്. അപ്പോൾ ഒരിക്കൽ കൂടെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഒരുമിച്ചാ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ട് വേവിച്ച് വെക്കും. എന്നിട്ട് ബാക്കി പരിപാടി നാളെ നോക്കുള്ളൂ. അപ്പം ആ പരിപാടി ആദ്യം കൂടെ ചെയ്യാം. ഞാൻ വാഷ് ചെയ്ത് വെച്ചതാണ്, എന്നാലും ഒന്നും കൂടെ വാഷ് ചെയ്യണം. അപ്പോൾ ഓക്കെ. നല്ല തണുപ്പാണ് കേട്ടോ. വെള്ളം തൊടാൻ വേണ്ടി തോന്നുന്നില്ല, അത്രയും തണുപ്പുണ്ടോ. ഇതാണെങ്കിൽ ഫ്രീസറിൽ വെച്ചിട്ട് അതിനേക്കാട്ടിലും തണുപ്പാണ്. അതിലേക്ക് എടുത്തിട്ടേക്കാം. തണുപ്പാണ്. അത് കട്ടയാണ്. ഇത് ഇത്ര ഐസായി കിടക്കുന്നുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇത് ഐസ് പോട്ടെ, അതുവരെ ഇതവിടെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ തണുപ്പോട് കൂടെ ചൂടാക്കണത് പറ്റില്ലല്ലോ. നമുക്ക് ഉള്ളി കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ട് ഇത് വയ്ക്കാം. അപ്പോഴേക്കും ഇതിൻ്റെ ഐസ് പൊക്കോട്ടെ കേട്ടോ. അപ്പം അതൊക്കെ പുതുക്കി വെറുതെ വയ്ക്കാം ആദ്യം. അയ്യോ, വെള്ളം തൊടുമ്പോൾ കിടുകിടാത്ത സമയമാവും. മല്ലിപ്പൊടി, മുളകാപ്പൊടി. എപ്പോഴും പറയുന്ന പോലെ തന്നെ കൊടുക്കുന്ന സാധനങ്ങളൊക്കെ ദിരികിരി ഇങ്ങനെ അങ്ങോട്ട് ഒരുക്കി പെറുക്കി വെച്ചിട്ടുള്ള എനിക്ക് എന്തൊരു സമാധാനക്കേടാണ് കേട്ടോ. അതങ്ങനെ കണ്ണിൻ്റെ മുമ്പിൽ കാണുമ്പോൾ തോന്നും ദൈവം ഇത് പിന്നെ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഒതുക്കി വെക്കേണ്ടതല്ലേ എന്നുള്ളത്. ഇപ്പോൾ ഇത് കയ്യോടെ അങ്ങോട്ട് ഒതുക്കി പെറുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിച്ചനും ഒരു അടിപൊളിയായിട്ട് തോന്നും. നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ അത് പിന്നീട് ചെയ്യണം എന്നുള്ളതൊരു മനസ്സിലിങ്ങനെ കിടക്കാതെ ബാക്കിയുള്ള കാര്യങ്ങൾ സമാധാനത്തോടെ ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റുമല്ലോ. അപ്പോൾ ഞാൻ കൊടുക്കുന്ന സാധനങ്ങളൊക്കെ അവിടെ ചേർന്നിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി അല്ല, ഇത് മുളക് പൊടി, മല്ലിപ്പൊടി അതാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി ഇവിടെ ഉണ്ട്. സ്മെല്ല് ചെയ്ത് നോക്കണം. എന്താ വെച്ച് കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ മല്ലിപ്പൊടി വാങ്ങുമ്പോൾ ഒരുമാതിരി ഒരു സ്മെല്ലുള്ളത് കിട്ടാറുണ്ട്. അതാണ് കേട്ടോ ഞാൻ പെട്ടെന്ന് നല്ലതും കൂടെ ഉള്ളതിൽ പൊട്ടയും കൂടെ ചേർക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് ഒന്ന് സ്മെല്ല് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ സ്മെല്ല് ചെയ്യാൻ പാടില്ല എന്നൊക്കെ അറിയാം. എന്നാലും പിന്നെ നോക്കുമ്പോൾ നല്ലതായിരുന്നു, കുഴപ്പമൊന്നുമില്ല. മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. മല്ലിപ്പൊടി അടിപൊളി തന്നെയായിരുന്നു. മുളക് പൊടിക്ക് എന്തോ ഒരു കളർ വ്യത്യാസം ഉണ്ട്. ഇനി ഫുഡ് ഉണ്ടാക്കി നോക്കിയിട്ട് ബാക്കി പറയാം കേട്ടോ. അപ്പോൾ അതൊക്കെ ആക്കി വെച്ചു. പിന്നെ എനിക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നത് എന്തൊക്കെയോ ഓയിൽ അങ്ങനെയുള്ള അല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കയ്യോടെ അങ്ങോട്ട് ഓരോരോ പാത്രത്തിലാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വൃത്തിക്കുമ്പോൾ എനിക്ക് അവിടെ ഇരുന്നോളും. പിന്നെ ഉള്ളത് നമ്മുടെ നിറച്ച് വെച്ചിരിക്കുന്ന പാത്രങ്ങൾ തിരിച്ച് അവിടെ തന്നെ എടുത്ത് വെച്ചിട്ട് ഓയിലും കാര്യങ്ങളൊക്കെ ഇനി നാളെ പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. ഓൾറെഡി അതിൽ അത്യാവശ്യമുള്ളത് അവിടെ ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതങ്ങോട്ട് തീർന്നിട്ട് നമുക്ക് പൊട്ടിച്ച് വെക്കാം. പച്ചക്കറി ഐറ്റംസാണ് ഇനി അതിൻ്റേതായിട്ടുള്ള പാത്രങ്ങളിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളത്. സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, ചെറുള്ളി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. കിഴങ്ങൊക്കെ ഇതിനൊക്കെ വളരെ നല്ല ചിലവാണ് കേട്ടോ. കാര്യം എന്താ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ നല്ലോണം ചിലവ് കൂടുതലാണ്. ഒന്നില്ലെങ്കിൽ നമ്മൾ ഈ ഉള്ളിയും തക്കാളിയും മാറ്റാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചിക്കനും ഇറച്ചിയും മീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണോണ്ടെന്നെ ഈ കാര്യങ്ങൾക്ക് ചിലവും കൂടുതലാണ്. ഇത് ഒരുപാട് ബൾക്കായിട്ട് ഞാൻ വാങ്ങി വെക്കാറില്ല. ഉള്ളത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തീരണേൻ്റെ മുന്നേ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പർച്ചേസിങ് കാര്യത്തിനൊക്കെ പുറത്ത് പോണതായതുകൊണ്ട് തന്നെ ആവശ്യമുള്ളത് മാത്രം വാങ്ങും. കഴിയുകയാണെങ്കിൽ പിന്നെ അങ്ങോട്ട് വാങ്ങിക്കോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ ഒന്നരാടം വളാഞ്ചേരി തന്നെയാണ് നിസാറിൽ ഹോസ്പിറ്റലിൽ കണ്ണൻകുട്ടീനായിട്ട് നല്ല കുറവുണ്ട് കേട്ടോ പോയിട്ട്. ഇനി ആ പഴുപ്പ് മൊത്തത്തിൽ പോന്നിട്ടുണ്ട്. ഒരു 2-3 ദിവസം കൂടെ 3-4 ദിവസം കൂടെ നല്ലോണം ഉണങ്ങും. കാരണം ചവിട്ടി നടക്കാനൊക്കെ ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. എല്ലാവരും ചോദിക്കാറുണ്ട് കണ്ണൻകുട്ടിയുടെ കാര്യം. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇൻസ്റ്റഗ്രാമിലായിക്കോട്ടെ ഇതിലായിക്കോട്ടെ എല്ലാത്തിലും ഇങ്ങനെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരുപാട്
എന്താ പറയുക സന്തോഷം തോന്നാറുണ്ട് കേട്ടോ. പിന്നെ നിസാറിലാണെങ്കിൽ ഇപ്പോൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിള്ളേരെല്ലാവരും വീഡിയോയുടെ കാര്യം നമ്മുടെ പിന്നെ ഷോർട്സിൻ്റെ കാര്യമൊക്കെ സംസാരിക്കാറുണ്ട്, ഓടി വന്ന് കാര്യം പറയാറുണ്ട്. അതൊക്കെയാണ് ഭഗവാൻ എത്തിച്ചിട്ട് ഏറ്റവും സന്തോഷമുള്ളൊരു സമയം യൂട്യൂബ് തുടങ്ങിയതിൻ്റെ ശേഷം എന്ന് പറയുമ്പോൾ അതാണ് പറയാനുള്ളത് എന്നാണ് ഞാൻ പറയണത്. ഓക്കെ, എന്തൊക്കെ തേങ്ങ ഈ ചേച്ചി പറയണമെന്ന് തോന്നണ്ട. അപ്പോൾ ഇതാ എല്ലാ പച്ചക്കറി കാര്യങ്ങളും ഒരുക്കി പെറുക്കി വെച്ചു. കിഴങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെ ആ ഒരു പാത്രത്തിലാണ് വയ്ക്കുക. എനിക്കങ്ങനെ പച്ചക്കറി വെക്കാൻ വേണ്ടിയിട്ടൊരു എന്താ പറയുക ഒരു സ്പേസൊന്നുമില്ല. ഉള്ള പാത്രത്തിൽ ഞാൻ അങ്ങനെ വെക്കും. ഇങ്ങനെ ആ ഒരു റാക്കിൽ അപ്പടി അങ്ങോട്ട് ഇടില്ല. ഇനി വല്ല ചീഞ്ഞാലൊക്കെ ആകുമ്പോൾ മൊത്തത്തിൽ പാടല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പാത്രത്തിലാക്കിയിട്ട് അങ്ങനെ അങ്ങോട്ട് വെച്ചോളും. അതിലൊരു പേപ്പറും ന്യൂസ് പേപ്പറും കൂടെ വയ്ക്കും. ചീഞ്ഞ് പോയാലും സീനില്ലല്ലോ. അപ്പം അങ്ങനെ പിന്നെ ഞാൻ നാളേക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി ചെറുള്ളി കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. പയർ ഓൾറെഡി നുറുക്കി പെറുക്കി വെച്ചു നാളേക്കുള്ളത്. എന്താ വെച്ച് കഴിഞ്ഞാൽ നാളെ ഇതിലൊക്കെ നിൽക്കുമ്പോഴേക്കും ഒരുപാട് സമയം അങ്ങോട്ട് പോകും. ഇവനെയും കൊണ്ട് നാളെ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ടുണ്ട്. നാളെ കൊടുമുടിക്കാവിൽ തൊഴാൻ പോകാൻ വേണ്ടിയിട്ടുണ്ട്. ചാന്താട്ടാണ്. പക്ഷേ ആ ചേട്ടൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ പോയി തൊഴണേ എന്നുള്ളത്. അപ്പോൾ പിന്നെ എനിക്ക് പൂജയ്ക്കും പോകാൻ ഇഷ്ടമാണ്. നമ്മളിപ്പോൾ അമ്പലത്തേക്കും കാര്യങ്ങൾക്കും നമുക്ക് ഇഷ്ടമാണല്ലോ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതായാലും ഇവിടെ ഇങ്ങോട്ട് ഒരുക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു സമാധാനമല്ലേ. പിന്നെ ഈ ഏട്ടനും അനിയനും നാത്തുമാരും അമ്മയൊക്കെ അമ്മ ഇടയ്ക്കും തലയ്ക്കൊക്കെ വരാറുണ്ട്. ഇവരൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നാട്ടിലില്ല. ഏട്ടനും അനിയനൊക്കെ അവർക്ക് പുറത്തായിരിക്കും എപ്പോഴും പണി ഉണ്ടാവുക, വർക്ക് ഉണ്ടാവുക. അപ്പോൾ പിന്നെ അവർ ഇവിടെ നാട്ടിലുള്ള സമയത്ത് എനിക്ക് എന്തെങ്കിലും പിന്നെ തിരക്കായിരിക്കും അങ്ങനെയൊക്കെ കൂടിയിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒത്തുകൂടാൻ ഈ വീട്ടിലായതിൻ്റെ ശേഷം പറ്റിയിട്ടില്ല കേട്ടോ. പഴയ വീട്ടിലേക്ക് ആകുമ്പോൾ ഇടയ്ക്കും തലയ്ക്കൊക്കെ ഞങ്ങൾ ഇങ്ങനെ കൂടാറൊക്കെ ഉണ്ട്. ഇവിടെ ആയിട്ട് ഒരുപാടായി അങ്ങനെ ഞങ്ങളൊരു മനസ്സറിഞ്ഞ് കൂടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കാര്യമായിട്ട് അതിൻ്റെ ഒരു പ്രിപ്പറേഷനിലാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാവിലെ അവർ വരുമ്പോഴേക്കും തൊഴാൻ പോയി വന്നൊരു ഫുഡും കാര്യങ്ങളൊക്കെ ആവണം. ഞാൻ എപ്പോഴും പറയാറില്ലേ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വരുമ്പോഴേക്കും എല്ലാ കാര്യങ്ങളും ഒതുക്കി പെറുക്കി വെച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ആവണം കേട്ടോ. എനിക്ക് ആരെങ്കിലും വന്ന് കുക്ക് ചെയ്യാൻ നിൽക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര എന്താ പറയുക ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർ വരുമ്പോഴേക്കും ഞാൻ ഫ്രീ ആവണം. എനിക്കിങ്ങനെ കാര്യം പറയാൻ വേണ്ടി പറ്റണം. അല്ലെങ്കിൽ അവർ വന്ന് എന്തിനെങ്കിലുമൊക്കെ കൂടുക എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കാരണം അവരും ബുദ്ധിമുട്ടിക്കേണ്ട, നമ്മുടെ കാര്യങ്ങൾ വേഗം കഴിയുകയും ചെയ്യുമല്ലോ. അപ്പോൾ അത് കാരണമാണ് ഇങ്ങനെ തിടി പിടിച്ചിട്ട് രാത്രി തന്നെ നട്ടപ്പാത്രയ്ക്ക് തന്നെ അത് കൊതുക്കി വെക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി ചെറുള്ളി പച്ചമുളക് എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം പോകുകൊണ്ട് തന്നെ ഞാൻ ഇത്തിരി അധികം ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് നാളെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണത് മോരുകറി ഉണ്ടാക്കണം, മീൻകറി ഉണ്ടാക്കണം, ബീഫ് ഐറ്റംസ് അങ്ങനെയൊക്കെ. എന്താ വെച്ചാൽ ഏട്ടനും അനിയനൊക്കെ അല്ല ഞങ്ങളുടെ ഫാമിലി നോൺ ഐറ്റംസ് നല്ലോണം ഇഷ്ടമുള്ള ടീംസാണ്. പിള്ളേരായിക്കോട്ടെ അതിനേക്കാട്ടിലാണ്. അപ്പോൾ ദൂദൂസിൻ്റെ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മാസം കണ്ട പോലെയാണ് കുട്ടികൾ കേട്ടോ. എന്താ വെച്ചാൽ അവർക്ക് പറയുന്ന സമയത്തൊന്നും ഇവർക്ക് കൊണ്ടുവരാനും പറ്റില്ല. അഥവാ വരാൻ നിൽക്കുന്ന സമയത്ത് ഞാനിവിടെ ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ എല്ലാം അതും അങ്ങോട്ട് കഴിഞ്ഞു. അരിയലും പെറുക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ അതാത് ഫ്രിഡ്ജിലാക്കി വെച്ചു ഒരു ബോക്സിൽ. എന്നിട്ട് വേഗം അടിച്ചു വാരി തുടയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഞങ്ങൾ ഇന്നലെ പകൽ ഇവിടെ ഉണ്ടായിരുന്നു. പകലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൈകിട്ടാണല്ലോ ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. നമുക്കൊരാവശ്യത്തിന് വേണ്ടി പുറത്ത് പോകാൻ ഉണ്ടായിരുന്നു. അപ്പോൾ പോയി വന്നപ്പോഴേക്കും ത്രിസന്ധിയൊക്കെ കഴിഞ്ഞു, വിളക്ക് വെക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ അടിച്ചു വാരി ഇടുക ചെയ്തത്. പിന്നെ എനിക്ക് തോന്നി ഞാനിതിനി അപ്പം നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്നും നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് ചെയ്ത് ഒതുക്കി വെക്കാമെന്ന്. രാത്രി തന്നെ പോയി കയ്യോടെ അടിച്ചു വാരി തുടയ്ക്കാൻ വേണ്ടിയിട്ട് നിന്നത്. ഇല്ലെങ്കിൽ പിന്നെ രാവിലെ എല്ലാം കൂടെ ഒരു ഹറിബറി ആയിരിക്കും. ഒതുക്കി പെറുക്കി അടിച്ചു വാരി തുടച്ചിട്ട് കഴിഞ്ഞാൽ രാവിലെ ഇപ്പോൾ പറഞ്ഞ പോലെ ഒന്ന് അടിച്ചു വാരി ഇട്ടാൽ മതി അവർ വരണതിൻ്റെ മുന്നേ. ഇല്ലെങ്കിൽ പിന്നെ ഈ ക്ലീനിങ്ങും ഇതിൻ്റെ കുക്കിങ്ങും എനിക്ക് പുറത്ത് പോകേണ്ടതും എല്ലാം കൂടെ ആകുമ്പോഴേക്കും അവർ വരുമ്പോഴേക്കും ആകെ കൂടെ തിരക്കായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം തന്നെ അങ്ങോട്ട് കയ്യോടെ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഈ തട്ടും കാര്യങ്ങളൊക്കെ ഇടയ്ക്കും തലയ്ക്ക് ഇങ്ങനെ മാറ്റിയെടുക്കുമ്പോൾ അതിനിടയിലുള്ള പൊടിയോ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പൊക്കോളും. ഇനി നമുക്ക് എന്താ പറയുക സ്കൂൾ പൂട്ടിയിട്ട് ന്യൂ ഇയറിൻ്റെ മുന്നേ ക്രിസ്മസ് കഴിഞ്ഞിട്ടായിരിക്കും മിക്കതും ടോട്ടലൊന്ന് എല്ലാം ഒന്ന് മാറാതെ തട്ടി ഒക്കെ ഒന്ന് വലിച്ചെടുത്ത് അടിച്ചു വാരി തുടച്ചിടണം. ഞാൻ എപ്പോഴും പറഞ്ഞല്ലോ. അപ്പോൾ അതിനകത്തേക്ക് എല്ലായിടും ഒന്ന് നീറ്റാക്കി ഇടണം. പുതിയൊരു വർഷം വരവേൽക്കല്ലേ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ ഇരിക്കുന്നതാ ഈ ഒരു കുറേ ഈ പുറത്ത് ഗ്യാസ് സിലിണ്ടറിൻ്റെ മേലെ കുറേ തട്ടി വെച്ചിരിക്കണതില്ലേ, അത് നമ്മുടെ ചവിട്ടിയാണ് കേട്ടോ. എല്ലാം തിരുമ്പിയിട്ട് മടക്കി നല്ല വെയിലത്ത് ഉണങ്ങി മൊരിഞ്ഞിരിക്കുന്നതാണ്. അതൊക്കെ അവിടെ വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇനി അടുത്ത ഈ ഒരു സെക്ഷൻ തിരുമ്പാനിടുമ്പോൾ അതങ്ങോട്ട് എടുത്തിട്ട് നമ്മൾ ചവിട്ടാൻ വേണ്ടിയിട്ടിടും. അങ്ങനെ പിന്നെ തുടയ്ക്കൽ ടപ്പേ തന്നെ പരിപാടി കഴിഞ്ഞോളും. ഡെയിലി തുടയ്ക്കണതുകൊണ്ട് തന്നെ ചളിയോ കാര്യങ്ങളോ ഒന്നും അധികമൊന്നും ഉണ്ടാവില്ല. വേഗം തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ ഈ 2 ദിവസം 3 ദിവസമൊക്കെ കൂടുമ്പോൾ തുടയ്ക്കുമ്പോഴാണ് കേട്ടോ അഴുക്കും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവുക. പിന്നെ ഈ വാരി വലിച്ചിടുന്നത് അത് ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവും. ആരെങ്കിലും വരണ ദിവസമാണെങ്കിൽ അന്ന് അലമ്പായിട്ടായിരിക്കും കിടക്കേണ്ടാവുക. ഞാൻ പറയാറില്ലേ, ഞാൻ എൻ്റെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റായിട്ട് മടക്കി പെറുക്കി വെക്കും. ഈ പൂജട്രീം കണ്ണുകുട്ടിയുടെ ഭാഗം ഏരിയയ്ക്ക് ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ
നമ്മുടെ ഭൂകമ്പം നടന്ന പോലെ ആയിരിക്കും കേട്ടോ. ആ അവസ്ഥയായിരിക്കും ആ ഭാഗത്തുണ്ടാവുക. പിന്നെ ഞാനൊന്ന് കണ്ണുരുട്ടി പേടിപ്പിക്കണം, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ പെറുപെറു പറയുമ്പോഴേക്കും ഒതുക്കി പെറുക്കി അങ്ങോട്ട് വെച്ചോളും. അല്ലെങ്കിൽ പിന്നെ ഞാൻ തന്നെ അങ്ങോട്ട് ഒതുക്കി പെറുക്കി വെക്കും. എനിക്ക് എല്ലാം അതൊരു നീറ്റിൽ കിടക്കുകയാണെങ്കിൽ വലിയ സമാധാനമാണ് കേട്ടോ. പിന്നെ തുടച്ചിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണോ അയ്യോ വാഷ് ബേസ് ഒന്നും കഴുകിയിട്ടില്ലല്ലോ എന്ന് ഓർമ്മ വന്നത്. അപ്പോൾ അവിടെ ഇത്തിരി അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കൈയോടെ അങ്ങോട്ട് കഴുകാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ അത് അവിടെ കിടക്കും, രാവിലെ അത് മറക്കും. അപ്പോൾ അത് അയ്യേ നാവും ആരെങ്കിലും വരുമ്പോൾ. അപ്പോൾ അത് കാരണം അവിടെ അങ്ങോട്ട് ബ്രഷ് ഇട്ട് കഴുകി ഉരച്ച് വൃത്തിയാക്കി വെച്ചു. ഇതൊക്കെ പൂജിട്ടിയും തുടയ്ക്കുമ്പോൾ ചെയ്യണത് തന്നെയാണ്. ആരായാലും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ നമ്മളൊരു ദിവസം ചെയ്തിട്ടില്ലെങ്കിൽ അതാകെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പിറ്റേ ദിവസം ആരെങ്കിലും വരുമ്പോഴായിരിക്കും നമ്മളിതൊക്കെ ആലോചിക്കുക എന്തൊക്കെ ഒന്ന് ചെയ്യണം എന്നുള്ളത്. അയ്യോ എല്ലായിടും വൃത്തിയല്ലേ എന്ന് നമുക്ക് അത് എപ്പോഴും ചെയ്യുകയാണെങ്കിൽ ആ വലിയ ടെൻഷൻ ഉണ്ടാവില്ല. ഓക്കെ അതവിടെ അങ്ങനെ വൃത്തിയാണല്ലോ എന്നുള്ളത്. പിന്നെ ഇപ്പോൾ ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ ഓക്കെ അതും കൂടെ അങ്ങനെ ഒരു നീറ്റിൽ കിടന്നോട്ടെ വെച്ചിട്ട് ഞാൻ കൈയോടെ അതന്നെ അങ്ങോട്ട് കഴുകി വൃത്തിയാക്കി വെച്ചു. വലിയ അലമ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നിട്ട് ബാക്കി ഭാഗം കൂടെ അങ്ങോട്ട് തുടച്ചെടുക്കുകയാണ്. അപ്പോഴേക്കും ഇവിടെ നിന്നൊക്കെ തുടച്ചിട്ട് അടുക്കളയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. രാത്രിയിൽ പുറത്ത് ഇറങ്ങാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും പേടിയുള്ള കൂട്ടത്തിൽ അവിടെ പൂജയ്ക്ക് മാത്രമേ ഉള്ളൂ ധൈര്യം. നമ്മളിവിടെ പാമ്പിന് ചേരേനെ കാണാൻ വേണ്ടിയിട്ട് തുടങ്ങി കേട്ടോ. അപ്പുറത്തൊക്കെ നല്ല പൊന്തല്ലേ, ഒരു ചേര വന്നിട്ടില്ലേ ഞാൻ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തൊക്കെ ആൾക്കാരെ വിളിച്ചു. അയ്യോ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. അതിട്ട് നമ്മൾ പുറത്താണെങ്കിൽ കൂടെ അത് കാണുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ, അതുപോലെ പൊന്ത കെട്ടിയിട്ടുണ്ട്. അതൊന്ന് ശരിയായി കിട്ടണം വരെ എനിക്കൊരു സമാധാനം എന്ന് പറഞ്ഞ സാധനമില്ല. എനിക്ക് കൈകൊണ്ട് വയ്യാത്തതുകൊണ്ടാണ് കേട്ടോ ഞാനിതിന് മെനക്കെട്ടിട്ട് അതിൻ്റെ പൈസയും കൂടെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കണ്ടേന്ന് വിചാരിച്ചിട്ട്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളെ ഈ ഇരിക്കേണ്ട പരിസരമൊന്നും ഇങ്ങനെ ഒരിക്കലും ഈ പറഞ്ഞ പോലെ പൊന്ത കെട്ടി നിൽക്കില്ല. ഈ ഒരു പുല്ല് വളർന്ന് നിൽക്കില്ല. അത് അമ്മാതിരി വളർന്നിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഏതായാലും ആളെ വിളിക്കണം. എന്താ വെച്ചാൽ അതിൻ്റെ അപ്പുറത്തൊക്കെ അത്രയും മോശമായിട്ടാണ് കിടക്കണം. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് വൃത്തിയാക്കിയിട്ട് പിന്നെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. തുടയ്ക്കൽ അങ്ങോട്ട് കഴിഞ്ഞു. ഇതാണ്ടരോ മടക്കി പിടിച്ചെടുത്തോണ്ടിരുന്നത് ഇതൊക്കെ ചവിട്ടി നമ്മൾ തോട്ടിൽ പോയി അടച്ച് തിരുമ്പി വൃത്തിയാക്കിയിട്ടതാണ് കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ ഇരിക്കുന്നതൊക്കെ നമുക്ക് അങ്ങോട്ട് മാറ്റാം. ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ ഞാൻ ചവിട്ടി മാറ്റാറുള്ളൂ. അപ്പോഴേക്കും എൻ്റെ മുഷിയുള്ളൂ. അപ്പോൾ ഇതിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് ഇടാൻ വേണ്ടിയിട്ട് അത് നമുക്ക് തിരുമ്പിടാമല്ലോ. എന്നാൽ തന്നെ ഇത് മൊത്തത്തിലിട്ടൊന്നും വേണ്ട കേട്ടോ. ഒരുപാട് ബാക്കി ഉണ്ടാവും. അതൊക്കെ ഞാൻ അവിടെ കയ്യോടെ എടുത്ത് വെക്കും. നമ്മളവിടെ സൂക്ഷിച്ച് വെക്കും. പിന്നെ നമുക്ക് ഇതിന് മുഷീനനുസരിച്ച് ഞാനിങ്ങനെ മാറ്റി കൊടുക്കും. അപ്പോൾ അതൊക്കെ ആക്കി കഴിഞ്ഞ് വേഗം ഞാനൊന്ന് മേല് കഴുകി വന്നു. മേല് കഴുകി വന്നപ്പോഴത്തേക്കും നമ്മുടെ ബീഫൊക്കെ വെന്ത് ചൂടാറി. ഇനി ചൂടാറിയാലല്ലേ നമുക്കതിൽ ഫ്രിഡ്ജിനകത്തേക്ക് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഒന്നിങ്ങനെ പകുതി തുറന്ന് വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ എല്ലാം കഴിഞ്ഞപ്പോഴേക്കും നല്ലോണം വിശന്നുണ്ടായിരുന്നു. ഫുഡിൻ്റെ കാര്യമൊക്കെ ഒരു തീരുമാനമായിരുന്നല്ലോ. പിള്ളേർ കഴിച്ചിട്ടുണ്ടായിരുന്നു, ഞാനാണ് കഴിക്കാത്തുണ്ടായിരുന്നത്. നമുക്ക് ഇതുണ്ടായിരുന്നു, എന്തായിരുന്നു ചിട്ടാ മുരിങ്ങയുടെ ഇല തോരനും കാര്യം അച്ചാറൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് മാത്രം ചോറ് വെക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഇത്തിരി മടി കൂടിയോണ്ട് ഞാൻ വിചാരിച്ചു ഒരു ബുൾസൈ അടിച്ച് അങ്ങോട്ട് കഴിക്കാമെന്ന്. അപ്പോൾ എൻ്റെ 2 കുട്ടിപ്പെട്ട ആളുകൾക്കും ബുൾസൈ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ 3 ആളും കൂടെ ബുൾസൈയും കട്ടൻ ചായയും കൂടെ കുടിച്ചിട്ട് വേഗം പോയി കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു. നാളെ നേരത്തെ നീക്കേണ്ടതാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നീട്ടിട്ടില്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അവതാളത്തിലാവും. ഭയങ്കര സന്തോഷമാണ് നമ്മുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വരികയെന്ന്. നമുക്ക് എൻ്റെ വീട്ടിലേക്ക് ആര് വരികയെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. നമ്മൾ അത്രയും സ്നേഹിക്കണം, അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാർ വരിക എന്ന് പറഞ്ഞാൽ ഇരട്ടി സന്തോഷമല്ലേ. അതെല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ. അതുപോലെ തന്നെയാണ് എനിക്ക് ചേച്ചി കുട്ടികൾ വരികയാണെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് വരികയാണെങ്കിലൊക്കെ. എൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ വല്ലപ്പോഴൊക്കെയാണ് ഇപ്പോൾ വരാറുള്ളൂ. എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഫാമിലിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഈ ചെക്കന്മാരെ വെച്ചാൽ എൻ്റെ ഏട്ടനും അനിയനും കിട്ടാറില്ല. മറ്റുള്ള ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാനും എടുത്തമ്മയും അമ്മയൊക്കെ എപ്പോഴും ഞങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിച്ച് അറിയണേയും പറയണേയും ഞാൻ അങ്ങോട്ട് പോവുകയൊക്കെ ചെയ്യാറുണ്ട്. ഇവരെ കിട്ടാറില്ല. അപ്പോൾ എല്ലാവരും കൂടെ കൂടുമ്പോൾ ഒരു സന്തോഷമല്ലേ. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ നിൽക്കുന്നത്. ഒരുപാട് ദിവസമായി ഞങ്ങളൊന്ന് കൂടിയിട്ട്. അങ്ങനെ ബുൾസൈ ആയി. ഫസ്റ്റത്തത് കടംകുട്ടിക്ക് കൊടുത്തു. കുരുമുളകൊക്കെ പൊടി ഇട്ടിട്ട് സീനായിരുന്നു. ഈ മറിച്ചിട്ടത് പൂജയ്ക്കാണ്. അവൾക്ക് അത് മറിച്ചിടണം. എനിക്ക് മറിച്ചിടണ്ട കേട്ടോ. അപ്പോൾ എനിക്കുള്ളതും കൂടെ ദാ അപ്പുറത്തായിരിക്കുന്നു. കട്ടൻ ചായ എനിക്കാണ്. ഇനി അത് കുടിച്ചിട്ട് എനിക്കിനി ഉറക്കം വരുമോ ഇല്ലയെന്നാവും, അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും കട്ടൻ ചായ കൂട്ടി കുടിച്ചാലാണ് അതിൻ്റെ ഒരു നേക്ക് കിട്ടുള്ളൂ. എനിക്ക് മുന്നൊക്കെ ഞാനും പൂജട്ടി ഷാജേട്ടനൊക്കെ ഉണ്ടാകുമ്പോൾ അന്നൊക്കെ 3 ആളൊക്കെ സ്കൂട്ടിയിൽ പോയായിരുന്നു കേട്ടോ. വളാഞ്ചേരി നട്ടപ്പാതിരയ്ക്ക് 1 മണി 2 മണി 2:30 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു രാത്രിയിൽ ചായ കുടിക്കാൻ ഒരു കൊതിയാണ്. അപ്പോൾ കൊണ്ടുപോകും കേട്ടോ ഷാജേട്ടൻ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഏത് സമയത്ത് പറഞ്ഞാലും ആൾ റെഡിയാണ്. അപ്പം ഞങ്ങൾ 3 ആളും കൂടെ പോയിട്ട് അന്ന് കണ്ണൻകുട്ടീൻ്റെ വീട്ടിലാണ് നിന്നുണ്ടായിരുന്നു. ഞങ്ങൾ 3 ആളായിരുന്നു കേട്ടോ നിന്നുണ്ടായിരുന്നേ. എന്നിട്ട് ഞങ്ങൾ വളാഞ്ചേരി പോയിട്ട് ആ നട്ടപ്പാതിരയ്ക്ക് ഒരു കട്ടൻ ചായയും ഈ ഡബിൾ ഓംലേറ്റും കഴിച്ചിട്ട് വരും. ഓ എൻ്റെ പൊന്നു, ഇത് ടേസ്റ്റിനെക്കാട്ടിലും കൂടുതലൊരു ഫീലാണ്. നൈറ്റ് പുറത്തിറങ്ങിയിട്ട് ഒരു വൈബില്ലേ, അത് സീനായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ ഇപ്പോഴാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊന്നും ഇല്ലാത്തത്. എന്നാലും പോവാറുണ്ട് കേട്ടോ. പോവാറില്ല എന്നല്ല, പക്ഷെ നട്ടപ്പാതിരയ്ക്കുള്ളൊരു പോക്ക് പറയുന്നത് ഭയങ്കര രസമല്ലേ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് അടുക്കളയൊന്ന് തുടച്ച് ഒന്നും കൂടെ ഒന്ന് വൃത്തിയാക്കിയിട്ടിട്ട് ഞാൻ കിടക്കാൻ വേണ്ടിയിട്ട് വന്നു. ഒരു ലേശം കൂടെ വെള്ളം മടമടാന്നനെ കുടിച്ചിട്ടുണ്ട്. വെള്ളം ആ ഒരു ബോട്ടിലല്ലേ ഞാൻ മേടിച്ചാണ് കേട്ടോ. നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ലിങ്ക് കൊടുക്കാം. പിന്നെ ഞാൻ കിടക്കാൻ വേണ്ടി പോകാൻ ഞാനും കണ്ണൻകുട്ടിയും കൂടെ. പൂജയ്ക്ക് കുറച്ച് കഴിഞ്ഞാൽ കയറി കിടന്നോളും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ കാണാം. ടാറ്റാ ബൈ, സീ യു.